بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന ഒരു മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് ചിരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ശരീരം പ്രകടിപ്പിക്കുന്ന ഈ പ്രവൃത്തിയെ അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി തന്നെ നിർവചിക്കുന്നത് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥം അഹ്മദ് ബിൻ മുഹമ്മദ് നിസ്സാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ ചിരിയെക്കുറിച്ച് മഹാനവറുകൾ തരംതിരിച്ചു പറയുന്നതായി കാണാം. തസവുഫിന്റെ കാഴ്ചപ്പാടാണിത്. അടിസ്ഥാനപരമായി ചിരി 3 രൂപമാണ്. 1 പുഞ്ചിരി, 2 സാധാരണ ചിരി, 3 പൊട്ടിച്ചിരി. പുഞ്ചിരിയും സാധാരണ ചിരിയും മതദൃഷ്ട്യാ നമുക്ക് അനുവദനീയമാണ് എന്ന് മാത്രമല്ല, പുഞ്ചിരി പുണ്യമായി തീരുന്ന സന്ദർഭങ്ങളുമുണ്ട്. എന്നാൽ പൊട്ടിച്ചിരി മതം നമുക്ക് മുന്നിൽ നിരോധിച്ചിട്ടുള്ള കാര്യവും കൂടിയാണ്. പുഞ്ചിരി സ്തുതിച്ച് പറയപ്പെട്ടത് നന്മയുടെ വിഷയത്തിലാകുമ്പോഴാണ്, ഒരു പുണ്യമായി ചെയ്യുമ്പോഴാണ്. ഹറാമായോടത്തേക്ക് പുഞ്ചിരിച്ച് കാണിക്കുക എന്നത് ഒരാളെ പരിഹസിച്ചും, ഒരു അന്യ പെണ്ണിനോട് അന്യാണും അന്യ ആണിനോട് അന്യ പെണ്ണും ഹറാമിന്റെ രീതിയിൽ പുഞ്ചിരിച്ചും ഒക്കെ പുഞ്ചിരിയുടെ പ്രകടനം അപരാധമായി തീരുന്ന സന്ദർഭങ്ങളും ഉണ്ട്. ഏതായാലും നന്മയിൽ പുഞ്ചിരിക്കുക എന്നത് ഒരു പുണ്യകർമ്മമായി ലോകത്ത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. നന്മയിലാകണം എന്ന മാനദണ്ഡത്തിൽ. സ്മൈൽ ഈസ് ദ ബ്യൂട്ടി ഓഫ് സോൾ എന്നാണ് ലോകത്തിനെ കുറിച്ച് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ആത്മാവിന്റെ സൗന്ദര്യം അതാണ് പുഞ്ചിരി എന്ന്. പടച്ച റബ്ബ് അവന്റെ മറ്റു സൃഷ്ടികൾക്ക് കൊടുക്കാത്ത ഒരു മഹത്തായ പ്രത്യേകതയായി മനുഷ്യവർഗത്തിന് മാത്രം നൽകിയിട്ടുള്ള ഒരു സമ്മാനം എന്നാണ് പുഞ്ചിരിയെ വിലയിരുത്തപ്പെടാൻ കഴിയുന്നത്. ഭൂലോകത്ത് ചിരിക്കാൻ കഴിവുള്ള ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. മുറിവുകൾ ഉണക്കാനുള്ള ദിവ്യാമൃതം, സൗഹൃദങ്ങൾ പൂത്തുലയാനുള്ള സിദ്ധാൌഷധം. ചിരിയെ എങ്ങനെ പലരും പലതും പറഞ്ഞു വർണ്ണിച്ചിട്ടുണ്ട്. ഹൃദ്യമായ പുഞ്ചിരി, അതിൽ അലിഞ്ഞു പോവാത്ത ആരാ ഉള്ളത്? പുഞ്ചിരി വരുന്നത് ശരിക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ്. സങ്കീർണങ്ങളായ പ്രശ്നങ്ങളും വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വലിയ വലിയ മഞ്ഞുരുക്കങ്ങൾ തുടക്കം കുറിക്കുന്നത് ഒരു ചെറിയ ചിരിയിലൂടെയാണ്. ഇത് നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ള കാര്യമാണ്. കൊടുക്കുന്നവനും കിട്ടുന്നവനും ഒരുപോലെ കുളിർമയാകുന്ന ഒരു സ്വതക്ക. ഈ സ്വതക്കയെ പക്ഷെ ആരും ഗൗനിക്കാറില്ല. പുഞ്ചിരി സ്വതക്കയാണെന്ന മുഖത്ത് പ്രകടമാകുന്ന ചിരിയിലെ ഭാവവൈവിധ്യങ്ങളിലൂടെ സംബോധിതന്റെ മാനസിക നിലയെ മാറ്റിമറിക്കാൻ മനുഷ്യന് മാത്രം സാധിക്കൂ. കൊഞ്ഞനം കുത്തുമ്പോഴും വികൃതഹാസം കാണിക്കുമ്പോഴും അത് കണ്ടു നിൽക്കുന്ന ആൾക്ക് ദേഷ്യം വരാറുണ്ട്. എന്നാൽ പുഞ്ചിരിക്കുമ്പോൾ സന്തോഷം വരും. പുഞ്ചിരി നേരെ തിരിച്ചല്ലേ. ഒരാളെ ദേഷ്യം പിടിപ്പിക്കുന്ന വികൃതമായ കാണിക്കലുകൾ, കാട്ടിക്കൂട്ടലുകൾ ഒരു മനുഷ്യനിൽ സ്വാധീനിക്കുന്നുവെങ്കിൽ പുഞ്ചിരി നേരെ തിരിച്ച. വെറും ഇളിച്ച് കാണിക്കൽ, വാനരന്മാര് ഇളിച്ച് കാണിക്കലുണ്ട്, കുരങ്ങുകൾ ഇങ്ങനെ ഇളിച്ച് കാണിക്കുക. ഇളിച്ച് കാണിക്കലല്ല ശരിക്ക് ചിരി എന്നുള്ളത്. അതൊരു വ്യക്തിപ്രഭാവം പകർന്നു നൽകുന്ന ഹൃദ്യമായ ഒരു ഇടപെടൽ, മനസ്സിനോട് കൊടുക്കുന്ന ഒരു പ്രത്യേക താല്പര്യം. സന്മനസ്സുള്ളവർക്ക് മാത്രം, നല്ല മനുഷ്യന്മാർക്ക് മാത്രം പ്രസന്നവദനായി ചിരിക്കാൻ സാധിക്കൂ. അത് സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. ഇസ്ലാം പഠിപ്പിച്ച സൽസ്വഭാവത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാമത് പറഞ്ഞത് മുഖപ്രസന്നതയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
നിറപുഞ്ചിരി ധർമ്മമാണ്, സ്വതക്കയാണെന്നാ പറഞ്ഞത്. ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട് ഹദീസ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്ക എന്നത് നിനക്ക് സ്വദഖയുടെ പ്രതിഫലമാണെന്ന് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചിരിയെ നിശിതമായി നിരൂപിക്കല്ല ചെയ്തിട്ടുള്ളത്, കുറ്റപ്പെടുത്തല്ല ചെയ്തിട്ടുള്ളത്, അതിലും പുണ്യം കിട്ടുമെന്ന് പഠിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്ലാം വിമർശിച്ച ചിരിയുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മൾ അതിലേക്ക് ചർച്ച വരുന്നുണ്ട്. ലോകം കണ്ട വലിയ ചക്രവർത്തിയാണല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ മഹാൻ ഒന്ന് പുഞ്ചിരിച്ചതിനെ ഖുർആൻ ചർച്ചയാക്കി, ആയത്താക്കി. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നംലില് ആ ചിരി പറയുന്നുണ്ട്. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ നംൽ ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഉറുമ്പൻ കൂട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന അതിന്റെ പടനായകൻ പിന്നിൽ വരുന്ന ഉറുമ്പൻ കൂട്ടത്തോട് വിളിച്ചു പറയാം, ഓ ഉറുമ്പുകളെ, വേഗം നിങ്ങളുടെ മാളത്തിലേക്ക് കയറിക്കോ. സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈന്യവും ഇതിലൂടെ കടന്നു പോകാൻ സമയമായിട്ടുണ്ട്. അവര് നിങ്ങളെ ചവിട്ടും. നിങ്ങൾ ഇതിലെ പോകുന്നത് അവരൊക്കെ അറിയാതെ അവർ ചവിട്ടും. വലിയ അപകടം ഉണ്ടാവും. വേഗം മാളത്തിലേക്ക് കയറിക്കോ. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ശബ്ദം കേൾക്ക. മഹാനവറുകൾ അവിടെ പാഞ്ഞെത്തി, തൊട്ടടുത്തെത്തി. ഉറുമ്പിന് എത്ര വേഗത ഉണ്ടാവും? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പരിവാരങ്ങളും തൊട്ടടുത്തെത്തിയപ്പോൾ ഈ ശബ്ദം കേട്ടു. അള്ളാഹു മഹാനവറുകൾക്ക് കൊടുത്ത ആ മുഅ്ജിസത്ത് കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞു. ഫതബസ്സമ ലാഹികം മിൻ ഖൗലിഹാ. ഉറുമ്പ് പറയുന്നത് കേട്ട് മഹാനവറുകൾ ചിരിച്ചുപോയെന്ന ആ ചിരി ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചു. ആ ചിരിക്ക് ശേഷം ആത്മാവിൽ തട്ടിയ ഒരു പ്രാർത്ഥന. വഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. പടച്ചോനെ, ഉറുമ്പിന്റെ സംഭാഷണം കേൾക്കാൻ, കേട്ടോടുത്ത് ചിരിക്കാൻ ഒരു പ്രതികരണം എനിക്ക് കഴിഞ്ഞല്ലോ. അല്ലാഹുവേ, ഇതൊരു വലിയ നിഅമത്താ, നീ എനിക്ക് തന്നതാ, എന്റെ പിതാക്കൾക്ക് തന്നതാ. പടച്ചോനെ, അതൊക്കെ ഓർത്ത് നിനക്ക് നന്മ ചെയ്യാൻ, ശുക്ർ ചെയ്യാൻ നീ എന്നെ തുണയ്ക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു ചിരിയും കൊടുത്തുകൊണ്ട് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം വരദാനമായി അള്ളാഹു തന്ന ഈ ചിരിയെ മസില് പിടിച്ച് മറച്ചു പിടിക്കുന്നവനാ മനുഷ്യൻ. മസില് പിടിച്ചുകൊണ്ട് ചിരിക്കാണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും. ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ താൻ വാപ്പയല്ലാതെ ആവുന്ന ചില വാപ്പമാരുടെ ചിന്ത. ആ ഗൗരവത്തിൽ നിന്ന് താഴെ പോയാൽ തന്റെ ഭാര്യ തന്നെ ബഹുമാനിക്കില്ലെന്നാ തോന്നാം. സത്യത്തിൽ ഭാര്യ ബഹുമാനിക്കാൻ, മക്കള് ബഹുമാനിക്കാൻ അടിച്ചമർത്തലോ കടിച്ചു പിടിക്കലോ അല്ല വേണ്ടത്. നേരെ മറിച്ച് അവരുടെ ആദരവ് പിടിച്ചു പറ്റണം. അതിനുള്ള മറ്റു വഴികളാ വേണ്ടത്. ഒന്ന് ചിരിച്ചാൽ ഗൗരവം നഷ്ടപ്പെടും എന്ന വേദന, ആ ഒരു ടെൻഷൻ കടിച്ചു പിടിച്ചിങ്ങനെ മസില് പിടിച്ചിരിക്കും. മറ്റുള്ളവർ ചിരിച്ചാൽ പോലും ഒരു മറുചിരി നൽകാത്ത ചില പിശുക്കന്മാരെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര്. നമ്മൾ ചിരിച്ചാണിച്ച പോലും ചിരിക്കില്ല. ഒരു പുഞ്ചിരിയിൽ ഒതുങ്ങുന്ന നിരവധി പ്രശ്നങ്ങളാ ഈഗോയിലൂടെ പേരിൽ ഇങ്ങനെ ആളി കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചിരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. വദനം എന്ന ജാലകത്തിലൂടെ നമ്മുടെ രണ്ട് ചുണ്ടുണ്ടല്ലോ, ജനാല പോലെ, അതിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു പ്രകാശം, അങ്ങനെ പുഞ്ചിരി. ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ ഒരു ആഘോഷ നമ്മുടെ ചിരി. നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമ്മൾ സമൃദ്ധിയിലാണ്, സന്തോഷത്തിലാണ്. വീർപ്പിച്ച മുഖം അതിങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. മോന്ത വീർപ്പിച്ച നടക്കും, അവർക്ക് ചിരിക്കാൻ അറിയില്ല. ഈശ്വരന്റെ പ്രസാദം എന്നാണ് ചിരിയെ കുറിച്ച് ചിലർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ വീർപ്പിച്ചു കൊണ്ട് നടക്കുന്ന മുഖമുണ്ടല്ലോ, അത് ഏതുപോലെയാണെന്നറിയോ? അതിങ്ങനെ മാറാലയും ചലന്തി വലയും ഒക്കെ കെട്ടിക്കിടക്കുന്ന ദുർഗന്ധമുള്ള ഒരു വീട് പോലെയാ ഈ വീർപ്പിച്ച മുഖമുള്ള മനുഷ്യന്മാര്. അവരുടെ അടുത്തേക്ക് ആരും അടുക്കില്ലല്ലോ.
മാറാലയും ചലന്തി വലയും ദുർഗന്ധമുള്ള വീട്ടിലേക്ക് ആരും ചെന്ന് കയറൂല. ആർക്കും അതിനോട് താല്പര്യമില്ല, അങ്ങോട്ട് ചെല്ലന്നില്ല. ചിരി എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ച, ചിരി ഒരു കുറച്ചിലാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. പൂക്കൾക്ക് സൂര്യപ്രകാശമേൽക്കുമ്പോൾ എങ്ങനെയോ അതുപോലെയാ മനുഷ്യരാശിക്ക് ചിരി എന്നാണ് ലോകപ്രശസ്ത ചിന്തകനായ ജോസഫ് ആഡിസൺ പറഞ്ഞിട്ടുള്ളത്. ചിരിയെ വർണ്ണിക്കാത്തവരും ചിരിയെ പ്രശംസിക്കാത്തവരും ലോകത്ത് കടന്നുപോയിട്ടില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ച് നമുക്കരികിൽ ആരെങ്കിലും വരുമ്പോ നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല നമ്മുടെ കയ്യില്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സഹായം തേടി ഒരാൾ വന്ന് കൊടുക്കാൻ ഒന്നുമില്ല കയ്യില്. മനസ്സിൽ തട്ടി ഒരു പുഞ്ചിരി കൊടുത്ത അവർക്ക് അത് വലിയൊരു സമാധാനം. ആ ചിരി കിട്ടിയാൽ മതി. യഥാർത്ഥത്തിൽ ചിരിക്കുമ്പോ എന്ത് ഭംഗിയാ മനുഷ്യനുണ്ടാവാ. നമ്മുടെ ദന്തങ്ങളിലെ ധവളിമയോ നുണക്കുഴിയുടെ ആഴമോ അധരങ്ങളുടെ ചുവപ്പോ അല്ല പുഞ്ചിരിയുടെ സൗന്ദര്യം. പുഞ്ചിരിയെ വശ്യമാക്കുന്നത് അതിനേക്കാളും അതിന്റെ അപ്പുറത്ത് ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഹൃദ്യതയാണ് പുഞ്ചിരിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. നിഷ്കളങ്കമായ നിഷ്കപടമായ പുഞ്ചിരി അത് കാണുന്ന ആളില് ഈ ചിരിച്ചു കാണിച്ചവനെ കൊണ്ട് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുള്ളത് ചിരിയിലൂടെയാണ്. പുഞ്ചിരി സമ്മാനിക്കാൻ യാതൊരുവിധ കപടതകളില്ലാതെ നാട്യങ്ങളില്ലാതെ പുഞ്ചിരി സമ്മാനിക്കാൻ ഏറ്റവും മിടുക്കര് നമ്മുടെ കുഞ്ഞു മക്കളാണ്. അവരുടെ ചിരിയുടെ മുന്നില് ഒരു അന്യൻ ഇല്ല, ഒരു ശത്രു ഇല്ല, ഒരു വേദനിപ്പിച്ചവനില്ല, ഒരു മിത്രമില്ല. എല്ലാരോടും നാട്യങ്ങളില്ലാതെ പുഞ്ചിരിക്കാൻ, പുഞ്ചിരി കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുമക്കളുടെ നിഷ്കളങ്കത, ആ കളങ്കമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി എത്തിക്കല പുഞ്ചിരിക്കുന്ന മനുഷ്യരിലൂടെ സാധ്യമാകുന്നു. അത് സൽസ്വഭാവമാണെന്ന് ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നേരത്തെ പറഞ്ഞ ഓർമ്മ വേണം, ചിരി ആരോടാ പാടുള്ളത് എന്ന് കൃത്യമായി മതം പറഞ്ഞിട്ടുണ്ട്. അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത ആളുകളുണ്ട്, അവരോടല്ല. ഒരു മയ്യത്ത് ചിരിച്ചു കിടക്കുന്നു എന്ന് പറയുന്നത് ആ മയ്യത്തിന്റെ ശുഭലക്ഷണമായ പറയപ്പെട്ടിട്ടുള്ളത്. കൊച്ചുമക്കളെ പോലെ ആവണം, ജാടകളില്ലാതെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നു എന്നതാണ് അവരുടെ ആ നിഷ്കളങ്കത. യഥാർത്ഥത്തിൽ അത് ജീവിതത്തിന്റെ വഴിത്താരയിൽ, ജീവിതത്തിന്റെ പ്രധാന കാലഘട്ടങ്ങളിൽ ഈ ജാടകളില്ലാതെ ചിരിക്കാൻ കഴിയുന്നു എന്നത് വിജയിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു അടയാളമായിട്ടാ നമുക്ക് മനസ്സിലാകുന്നത്. ഹൃദയം സ്പർശിച്ചുകൊണ്ട് ഒരാൾ ചിരിക്കാന്ന് വെച്ചോ, എന്നാൽ അത് അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെയും ആത്മീയമായ സമാധാനത്തെയും അറിയിക്കാണ്. മനസ്സിൽ തട്ടി ചിരിക്കാൻ കഴിയുന്ന ആൾക്ക് സമാധാനമുള്ള ആളാണ് അയാൾ. അങ്ങനെ ചിരിക്കൽ വഴി സമാധാനം കിട്ടാണ്. മനസ്സിലെ കേടുകളും കീടങ്ങളും അഴുക്കുകളും പുറത്തേക്ക് കളയാ. ഹൃദയം ഒരു പുഞ്ചിരിയെ, ഹൃദ്യമായൊരു പുഞ്ചിരിയെ അവഗണിച്ചിട്ട് അതിനെ മുഖം തിരിച്ച് അത് കണ്ടില്ല എന്ന് നടിച്ചു പോവാൻ, അതായത് നമ്മുടെ നേരെ ഒരാൾ മനസ്സിൽ തട്ടിന്ന് ചിരിച്ചാൽ അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരുമാതിരി വ്യക്തിത്വമുള്ള ആളുകൾക്കൊന്നും കഴിയില്ല. നമുക്കൊരു വ്യക്തിത്വം ഉണ്ടോ? ഹൃദ്യമായ ഒരു ചിരിയോട് നമ്മൾ പ്രതികരിച്ചിരിക്കും. അത് ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെച്ചിട്ടുള്ള ഒരു പ്രധാന പ്രവൃത്തിയാണ്. അവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയതും ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തതും. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയാ, മനസ്സിന്റെ ഭാരം ഇറക്കി വെച്ച ഒരു പ്രവൃത്തിയാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചപ്പോൾ സംഭവിച്ചത്. ശാസ്ത്രീയമായൊക്കെ ഒരുപാട് ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. എത്ര പുഞ്ചിരിച്ചാലും ഒരു മനുഷ്യന്റെ, നന്മയുടെ മാർഗത്തിൽ പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ നിരവധി പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചു പോകാം. ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഒരു ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് വാങ്ങുന്ന മരുന്ന് അതിനേക്കാളും മനുഷ്യന് പ്രയോജനം ചെയ്യും പുഞ്ചിരി കൊണ്ട് എന്ന ഒരു വലിയ മെഡിസിൻ. അങ്ങനെ വൈദ്യശാസ്ത്രത്തെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിഷ്ക്ലേശകരമായ ശരീരത്തിന് നല്ല ഉന്മേഷം കൊടുക്കുന്ന, ക്ലേശങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചിരിയിലൂടെ കിട്ടുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ക്ലേശകരമായ അവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്ന രാസവസ്തുക്കളാണ് എൻഡോസർഫിൻ. എന്ന എൻഡോസർഫിനുകൾ പുഞ്ചിരിയിലൂടെ വർദ്ധിക്കുമെന്ന, ശരീരത്തിന്റെ അകത്ത് അത് വർദ്ധിക്കും. ശരീരത്തിന്റെ നിഷ്കളേശകരമായ അവസ്ഥ ഈ എൻഡോസർഫിനുകൾ മുഖേനയാണ് ഉണ്ടാകുന്നത്. ചിരിക്കുമ്പോൾ അത് വർദ്ധിക്കുന്ന ശാസ്ത്രം പറയുന്നത്. മാത്രമല്ല, മാനസിക പിരിമുറുക്കം അതിന് കാരണമാകുന്ന
ഹെപ്പിനെഫ്രിൻ, അതുപോലെ തന്നെ ഡോപ്പമൈൻ പോലെയുള്ള ഹോർമോണുകളുടെ അളവ് കുറയ്ക്കാൻ ചിരിക്കുമ്പോൾ ഒരാൾക്ക്, ചിരിക്കാന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കലല്ല, സന്തോഷം കൊണ്ട് മനസ്സിനോട് കൊടുക്കുന്ന പുഞ്ചിരി കൊണ്ട് ഇത്തരം ഹോർമോണുകളുടെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രതിരോധ കോശങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഒരു പ്രധാന സുന്നത്തിലൂടെ ഇതൊക്കെ കിട്ടുന്നതേ. അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിലെ വിവിധ പേശികൾക്ക് ആരോഗ്യം കൊടുക്കുന്നു. ഇതിനൊക്കെ ഒരു നന്മയുടെ മാർഗത്തിലുള്ള പുഞ്ചിരി കൊണ്ട് സാധ്യ. നമുക്ക് വരുന്ന ദേഷ്യം, അമർഷം, നിരാശ, ഉത്കണ്ഠ, ദുഷിച്ച ചിന്ത, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിങ്ങനെ ശുദ്ധിയാവും. പക്ഷേ സ്നേഹം കലർന്ന, ഈമാനിൽ ഉറപ്പിച്ച, ഞാനിത് ചെയ്താൽ എനിക്ക് കൂലി കിട്ടും, ഇതൊരു സദഖയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു നിയ്യത്തിൽ ചിരിക്കാൻ തയ്യാറായാൽ മതി. നമ്മൾ ഹൃദയം തുറന്ന് മനസ്സിൽ തട്ടി ചിരിക്കുന്ന ഒരു ചിരി, അത് നടപ്പാവാൻ ഏകദേശം മുഖത്ത് 22 പേശികൾ മാത്രം പ്രവർത്തിച്ചാൽ മതി. ഒരാൾ ചിരിക്കുമ്പോൾ മനസ്സിൽ തട്ടിയ ഹൃദ്യമായ ചിരി 22 പേശികൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരാൾ മുഖം വീർപ്പിച്ചു പിടിക്കാൻ 43 പേശികൾ നിർബന്ധമായും പ്രവർത്തിപ്പിച്ചേ പറ്റൂ. എത്ര കഷ്ടപ്പെടണം മുഖം വീർപ്പിച്ചു പിടിക്കാൻ? ചിരിക്കാനോ ഹൃദ്യമായ ചിരിക്ക് 22 പേശികൾ, മുഖം വീർപ്പിക്കാൻ 43 പേശികൾ. ഇത് ശാസ്ത്രത്തിന്റെ പഠന. ഒരു സദഖ എന്ന പുണ്യകർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാണാനുണ്ട്. പുഞ്ചിരിക്കുന്ന മുഖം പലപ്പോഴും നിഷ്പക്ഷമോ ഗൗരവമുള്ളതോ ആയ മുഖത്തെക്കാൾ മനോഹരമായി കാണാറുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു മുഖം, അല്ലെങ്കിൽ നല്ല ഗൗരവത്തിൽ നിൽക്കുന്ന മുഖം, ആ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് പുഞ്ചിരിക്കുന്ന ഒരു മുഖം. കാരണം അത് പ്രകടിപ്പിക്കുന്നത്, ഈ പുഞ്ചിരിക്കുന്ന മുഖം പ്രകടിപ്പിച്ചത് പോസിറ്റീവ് വികാരങ്ങളാണ്. അത് മറ്റൊരാളിലേക്ക് പകരാൻ കഴിയുന്നതാണ്. അത് നമ്മുടെ തലച്ചോറിൽ ഒരു പ്രതികരണം ഉണർത്താം. അത് സന്തോഷത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും വികാരങ്ങളിലേക്ക് നമ്മെ നയിക്കാണ്. വീർപ്പിച്ച് കെട്ടിയ മുഖം വെച്ചുകൊണ്ട് റസൂലുള്ളാഹി നടന്നിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്, വീർപ്പിച്ച് കെട്ടിയ മുഖം വെച്ചുകൊണ്ട് ഹബീബ് നടന്നിട്ടില്ലെന്ന് ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. സൂറത്ത് ആല ഇംറാൻ. അള്ളാഹുവിന്റെ ഒരു വലിയ കാരുണ്യത്തിന്റെ ഇടപെടല മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഒരു മൃദുല ഭാവക്കാരനായത്. ലിയുതലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, ഒരു പരുവരുക്കക്കാരൻ, മീശയൊക്കെ പിരിച്ച് മുഖമൊക്കെ കയറ്റി പിടിച്ചിരിക്കുന്ന ഒരു പരുവരുക്കക്കാരനോ ഒരു കഠിന മനസ്കനോ അങ്ങാണെങ്കിൽ ലംഫല്ലു മിൻ ഹൗലിക, അടുത്തേക്കൊരു മനുഷ്യൻ വരില്ല നബിയെ. ഹബീബിനെ കൊല്ലാമെന്നവനും ആ മുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചവരാ, അവിടത്തെ മുഖത്തേക്ക് നോക്കി പുണ്യം നുകർന്നവരാ. ശത്രു പോലും ആ മുഖത്ത് നോക്കി നിൽക്കാൻ. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ മുഖത്തെ വർണ്ണിച്ചോടുത്ത് പറഞ്ഞല്ലോ, നബിയേ പൗർണമിയെക്കാളും അഴകല്ലേ അങ്ങയുടെ മുഖം.
അങ്ങയുടെ മുഖം സൂര്യനേക്കാളും അഴക്. എന്തേ? ഇതിങ്ങനെ വീർപ്പിച്ച് കെട്ടി വെച്ചിട്ടില്ല. ഇത് വീർപ്പിച്ചില്ല, ഇത് പുഞ്ചിരിക്കാ ചെയ്തത്. ഹബീബിന്റെ ചിരി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്കൊരു പോസിറ്റീവ് എനർജി കൊടുത്തിട്ടുള്ളതാ. പുഞ്ചിരിക്കുമ്പോ വ്യക്തിയുടെ മുഖ സവിശേഷതകൾ ഇങ്ങനെ വർദ്ധിക്കല്ലേ, കൂടുതൽ ആകർഷകമാക്കല്ലേ. അതല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? പുഞ്ചിരിക്കുമ്പോ കവിളുകൾ ഉയർത്താൻ കഴിയുന്നു, താടിയല്ലിനെ നിർവചിക്കാൻ കഴിയുന്നു, മുഖത്തിന്റെ വരകളും ചുളിവുകളും മൃദുവാക്കാൻ കഴിയുന്നു, അതുവഴി മുഖത്തിന്റെ സൗന്ദര്യം കൂടുന്നു. പുഞ്ചിരിക്കുന്ന ഒരാളിലേക്ക് ആളുകൾ ആകർഷിച്ച് ഇങ്ങനെ വരാ, അവന് വിശ്വസിക്കാ. ആ ചിരി ചതിച്ചു എന്ന് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുണ്ട്. ചിരിക്കുന്ന ഭാര്യയെ കാണാൻ ഭർത്താവ് ആഗ്രഹിക്കുന്നു, ചിരിക്കുന്ന ഭർത്താവിനെ കാണാൻ ഭാര്യ ആഗ്രഹിക്കുന്നു, ചിരിക്കുന്ന മക്കളെ കാണാൻ എല്ലാവരും ചിരിക്കുന്നവരെ കാണാൻ ആഗ്രഹിക്കാം. അങ്ങനെ പുഞ്ചിരി കൊണ്ട് മനുഷ്യനെ വശീകരിക്കാൻ കഴിയും, മനുഷ്യനെ നമുക്ക് നിലക്ക് നിർത്താൻ കഴിയും. ഇത് ലോകത്ത് ഗവേഷണങ്ങൾ കൊണ്ട് തെളിയിച്ച കാര്യമാണ്. ഒരാളുടെ സൗന്ദര്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സൗന്ദര്യത്തിന്റെ കൂടുതൽ വർധനവ് വരുന്ന ചിരിയിലൂടെ. ഈ രീതിയിൽ പുഞ്ചിരിയുടെ മഹത്വങ്ങൾ ലോകത്ത് വാഴ്ത്തപ്പെടാം. ഇസ്ലാം അതിന്റെ ഒപ്പം നിൽക്കുകയാണ്. നന്മയിലാവണമെന്ന മാനദണ്ഡത്തിൽ പുഞ്ചിരി വർണ്ണിച്ചിട്ടുണ്ട്, പുഞ്ചിരിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, പുഞ്ചിരിയെ ഏറെക്കുറെ പരിശുദ്ധമായ ദീൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അനുഷ്ഠാനം അത് പുണ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം വിമർശിച്ച ചിരി ഏതാ? ഇസ്ലാം വിമർശിച്ച ചിരി പൊട്ടിച്ചിരിയാണ്, ആർത്തട്ടഹസിച്ചുള്ള ചിരി. ചില ചായക്കടയുടെ മുമ്പിലൊക്കെ ആ ചിരി കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും. എന്താണ് പുതിയ തലമുറ? ചിരിക്കാനും ചിരിപ്പിക്കാനും തന്നെ നടക്കുന്നവർ. പൊട്ടിച്ചിരി ഇസ്ലാം വിമർശിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم. ഇമാം തുർമുദിയുടെ ജാമിഇൽ കാണാൻ നമുക്ക് ഈ ഹദീസ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരു സുദീർഘമായ ഹദീസാണ്. അതിന്റെ ഇടയിൽ പറഞ്ഞു, വലാ തുക്സിറുൽ ലഹ്ക, മോനെ പൊട്ടിച്ചിരി അത് പാടില്ലാട്ടോ. പൊട്ടിച്ചിരി, പുഞ്ചിരിക്കാൻ അപ്പുറമുള്ള ചിരികൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. കാരണം ചിരി കൂടുന്തോറും തുമീത്തുൽ ഖൽബ, ഹൃദയത്തിൽ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിക്കാറുണ്ട്. പലപ്പോഴും നമ്മളും ചിരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചിരിക്കുള്ള സാഹചര്യങ്ങൾക്ക് കാതു കൊടുത്ത് നിൽക്കരുത്. കേൾക്കാൻ കേട്ടപ്പോഴാണല്ലോ, അല്ലെങ്കിൽ കണ്ടപ്പോഴാണല്ലോ. അങ്ങനെയുള്ളടത്ത് കണ്ണു കൊടുത്ത് നിൽക്കരുത് കാണാൻ. അങ്ങനെയുള്ളടത്ത് നമ്മുടെ പങ്കാളിത്തം പാടില്ല. പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യന് 8 അപകടം ഉണ്ടാവുന്ന മഹാന്മാര് പഠിപ്പിച്ചത്. 8 അപകടം. ഇയ്യാക വലഹ്കൽ ഖഹ്ഖഹ വലഹ്കൽ ഖഹ്ഖഹ. ഒരു മനുഷ്യനോട് പൊട്ടിച്ചിരിയെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതില് 8ഓളം ആപത്ത. പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവനെ പറ്റി ആലിമീങ്ങൾക്കും ബുദ്ധിയുള്ളവർക്കും അഭിപ്രായം കുറയുമെന്നതാണ് ഒന്നാമത്തെ ആപത്ത്. ആലിമീങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവില്ല, ബുദ്ധിയുള്ളവർക്ക് അഭിപ്രായം ഉണ്ടാവില്ല. അപ്പൊ അതിനെന്താ പ്രശ്നം? അപ്പൊ മലക്കുകൾക്ക് അഭിപ്രായമില്ല നിന്നെ പറ്റി അള്ളാന്റെ അടുക്കല്. ആലിമീങ്ങൾക്ക് അഭിപ്രായമില്ല, അതുപോലെ തന്നെ ബുദ്ധിയുള്ളവർക്ക് അഭിപ്രായമില്ലെങ്കിൽ മലായിക്കത്തിന് ഉറപ്പായിട്ടും നിന്നിൽ അഭിപ്രായമില്ലാതെ വരും. അത് നിന്റെ പരലോക പരാജയത്തിന് കാരണമായിട്ട് വരും. ഒന്നാമത്തെ ആപത്ത് അതാ. രണ്ടാമത്തെ ആപത്ത് ഒരു പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യനോട് വിവരമില്ലാത്തവർക്കും വിഡ്ഢികൾക്കും അവനെതിരെ ചെയ്യാൻ അവനോട് ഭയങ്കര ധൈര്യത്തിൽ കയർത്ത് തലേ കയറും. പൊട്ടിച്ചിരിക്കുന്നവന്റെ തലേ കയറാൻ എളുപ്പ. അവന്റെ മുന്നിൽ വിവരമില്ലാത്ത ആൾക്ക് ധൈര്യം കൂടുതൽ കിട്ടുന്ന, അവനൊരു പുല്ലുവില വെക്കില്ല. മൂന്നാമത്തെ വിപത്ത് എന്ന് പറയുന്നത്, വിവരമില്ലാത്ത ഒരാളാണ് ഈ പൊട്ടിച്ചിരി നടത്തുന്നതെങ്കിൽ അവന്റെ വിവരക്കേട് കൂടിക്കൊണ്ടേയിരിക്കും. ഇൽമുള്ള ആളാണ് പൊട്ടിച്ചിരിച്ചതെങ്കിൽ അവന്റെ ഇൽമു ഉയർത്തപ്പെടും. നിന്റെ ഇൽമിൽ കുറവ് വരും. ആലിമായ മനുഷ്യനാണ് പൊട്ടിച്ചിരിക്കുന്നതെങ്കിൽ ഇൽമിൽ കുറവ് വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ഹദീസിലുള്ള കാര്യവും കൂടിയാണ്. ഇൽമ എടുത്തറിയപ്പെടുന്ന പറഞ്ഞത് റൂമിയ മിനൽ ഇൽമി ബഅദുഹ് എന്നാ പറഞ്ഞിട്ടുള്ളത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊട്ടിച്ചിരിക്കുമ്പോൾ പിന്നെ സംഭവിക്കുന്ന 4ാമത്തെ അപകടം എന്ന് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. ആ പൊട്ടിച്ചിരി കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് മറന്നു പോകും, മാഞ്ഞു പോകും. പൊട്ടിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ പാപങ്ങളെ മറന്നു പോകും.
അഞ്ചാമത്തെ അപകടം എന്ന് പറയുന്നത് ഫീഹി ജറാഅത്തുൻ അല ദുനൂബി ഫിൽ മുസ്തഖ്ബില, വരും കാലത്ത് ഇനിയും പാപം ചെയ്യാനുള്ള ഒരു പ്രചോദനം പൊട്ടിച്ചിരി വഴി ഒരു മനുഷ്യന് കിട്ടുകയാ. കാരണം ഹൃദയം കഠിനമാവുകയാണല്ലോ, ഇപ്പൊ പാപത്തിലേക്ക് അത് പ്രേരകമാണ്. ആറാമത്തെ അപകടം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മരണത്തെക്കുറിച്ചും ആഖിറത്തിന്റെ ചിന്തയെക്കുറിച്ചും നമ്മുടെ മനസ്സ് ഒഴിവായി പോവും. നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാത്തവരായി മാറും. അതും അപകടമാണ്. അത് നമ്മുടെ പരലോകം നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണത്. മഹാ അപകടമാണ്. പൊട്ടിച്ചിരിയുടെ ഏഴാമത്തെ അപകടം മഹാന്മാരെ പഠിപ്പിച്ചു, നീ മുഖേന ചിരിച്ച ആളുകളുടെ കുറ്റവും നിന്റെ തലയിലാവും എന്നുള്ളതാ. നിന്റെ ചിരി കൊണ്ട് ചിരിച്ചവന്റെതും നിന്റെ തലയില എന്നാ മഹാന്മാര് പഠിപ്പിച്ചത്. എട്ടാമത്തെ വിപത്ത് അന്നഹു യജ്ബു ലഹു ബില്ലഹ്കി ബുകാഉൻ കസീറുൻ ഫിൽ ആഖിറ, പൊട്ടിച്ചിരിച്ചവൻ ആഖിറത്തിൽ കൂടുതൽ കരയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഖുർആൻ പറഞ്ഞത് അങ്ങനെ, അഫല്ലദ്ഹഖു ഖലീല വലബകു കസീറ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, ഇവിടെ ചെയ്തത് അവിടെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഖുർആൻ. അപ്പൊ ഈ രീതിയിൽ ഓവറായി ചിരിക്കുന്ന ആളുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. പൊട്ടിച്ചിരി ഉണ്ട്, പ്രശ്നമുണ്ട്. പുഞ്ചിരി നന്മയിലാകുമ്പോൾ പുണ്യവും, പൊട്ടിച്ചിരി ആപത്തുമാണ്. ഓവറായി ചിരിക്കുന്ന ആളുകളുണ്ട് ജനങ്ങളുടെ ഇടയിൽ, അവർക്ക് ആദരവ് നഷ്ടപ്പെടുന്ന, ജനങ്ങളുടെ ഇടയിൽ ആദരവ് നഷ്ടപ്പെടും. അഹ്നഫ് ബിൻ ഖൈസിനോട് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ മഹാനവറുകൾ ഉമർ റളിയല്ലാഹു അൻഹു കാണാൻ ചെന്നപ്പോ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉപദേശം, ആരെങ്കിലും ഒരുപാട് ഓവറായി ചിരിക്കുന്ന ആളാണെങ്കിൽ എന്താണ് കേട്ടാലോ ഒരു ചിരി കൊടുക്ക, അങ്ങനെ ആവണ്ടല്ലോ. അങ്ങനെയുള്ള മനുഷ്യനോട് മറ്റുള്ളവർക്ക് ബഹുമാനം തോന്നില്ല എന്ന് സയ്യിദനാ ഉമർ റളിയല്ലാഹു അൻഹു. പിന്നുണ്ട് ചില ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് തമാശയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൻ വർത്താനം പറയണത് മുഴുവൻ തമാശയാക്കാൻ ശ്രമിക്കലാണ്. ഒരു മനുഷ്യൻ തമാശക്കാരനാവാൻ ശ്രമിച്ചാൽ അവന് പുല്ലുവല എന്ന് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അയാളൊരു വായാടി എന്ന് പറയും. ഒരു മനുഷ്യൻ എന്തെങ്കിലും കാര്യം സ്വകാര്യാക്കി വെച്ചു, അത് പതിവാണെങ്കിൽ ആ സ്വകാര്യം പുറത്തു വരും ഉറപ്പാ. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഒരാള് രഹസ്യമായിട്ട് കുറെ കാലമായി ബീഡി വലിക്കുന്നു, ആരും അറിയണില്ല. കുറച്ചു കാലം അത് പിടിക്കും. അത് മണം കൊണ്ടല്ല, അത് ബീഡി വലിച്ചതിന്റെ മണമല്ല. ഒരാളൊരു അനാവശ്യ കാര്യത്തിന് എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലേ, ആഴ്ചയിലൊരിക്കൽ പോണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ പുറത്തു വരും. അത് അതിന്റെ ഒരു പൊതു സ്വഭാവം. അതുപോലെ തന്നെ ഒരാൾക്ക് വീഴ്ചകള് പലപ്പോഴും, അതായത് യാചന പോലെയുള്ള കാര്യങ്ങൾ ആളുകളോട് ചോദിക്കാൻ ഒരു മടിയില്ല, വീഴ്ചകൾ സംഭവിക്കുന്നു, അബദ്ധങ്ങൾ സംഭവിക്കുന്നു, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകുന്നു, നാണംകേട് ഒരു പ്രശ്നമല്ല. അങ്ങനെ വരുന്ന ഒരാൾക്ക് സൂക്ഷ്മത ജീവിതം നഷ്ടപ്പെടുമെന്ന് സയ്യിദനാ ഉമർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹാനായ അഹ്നഫ് ബിൻ ഖൈസിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉപദേശിച്ചു. നമ്മുടെ വിഷയം എന്താ? ഉമർ തങ്ങൾ പറഞ്ഞു, കൂടുതൽ ചിരിക്കുന്ന ആളെ മറ്റുള്ളവർ ബഹുമാനിക്കൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതൊരു ദുനിയവിയും ഉഖറവിയുമായ നഷ്ടമാണ്. പിന്നീട് ചില ആളുകൾ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി വർത്താനം പറയുമ്പോൾ നുണ പറയും, കളവ് പറയും. അതൊരു പ്രശ്നമല്ലെന്ന ആളുകൾക്ക്. അള്ളാഹുവിന്റെ ഹബീബ് വല്ലാതെ വെറുത്തുപോയ കാര്യം അത്. എന്താ പറഞ്ഞത്? ഹബീബായ നബി തങ്ങൾ അവന് നാശമുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ബഹ്സ് ബിൻ ഹകീം അൻ നബീഹി അൻ ജദ്ദിഹി ഖാല സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗമ വൈലുൽ ലഹു സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ, ഇമാം തുർമുദിയുടെ ജാമിഉലൊക്കെ ഈ ഹദീസ് കാണാം. ഒരാള് വർത്താനം പറയുന്നു, ജനങ്ങൾ കേൾക്കുന്നു. കേൾക്കുന്നവരൊന്ന് ചിരിപ്പിക്കാൻ അവൻ കളവ് പറഞ്ഞുകൊണ്ട് ആ വർത്താനത്തെ കൊഴിപ്പിക്കുന്നു. 3 വട്ടം പറഞ്ഞു, അവന് വയലെന്ന നരകം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കാലം മുമ്പ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിൽ ഈ തത്വങ്ങളുണ്ട് എന്നുള്ളതാ. പൊട്ടിച്ചിരി ഒരു മനുഷ്യന്റെ നിലവാരം കളയല്ലേ, അവന്റെ ആത്മീയതയെ കാർന്നു തന്നെയല്ലേ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച എല്ലാവരും ഓതാറുള്ളതാണ്. അൽ കഹ്ഫിന്റെ 82-ാമത്തെ ആയത്ത് ഖദർ നബിയും മൂസ നബിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വിവരണങ്ങളാണ്. ആ ചുറ്റുപാട് കാണുന്ന ആയത്തുകൾ 82 ആയത്ത്, അതിന്റെ മുമ്പ് ശേഷമൊക്കെ ആയിട്ട് വിവരണങ്ങളാണ്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ വെച്ച് മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പല അത്ഭുതങ്ങളും കാണിച്ചു. അതായത് ആശ്ചര്യമുള്ള കാര്യങ്ങൾ. മൂസാ നബിക്ക് അതിന്റെ കാരണം മനസ്സിലാവാതെ വന്നപ്പോൾ അവസാനം ക്ഷമകെട്ട് അത് എന്തൊക്കെയാണെന്ന് വിവരിച്ചു തരണമെന്ന് പറഞ്ഞ ഒരു സുദീർഘമായ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൂട്ടത്തില് ഒരു മതില് അടർന്നു വീഴാൻ, ഇടിഞ്ഞു വീഴാൻ, പിടന്നു വീഴാൻ സമയമായി നിൽക്കുന്ന പോലെ ഉള്ള കാലപ്പഴക്കമുള്ള ഒരു മതില് മഹാനായ ഖദർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ വെച്ച് മഹാനവറുകൾ അത് നിവർത്തി നേരെയാക്കുന്നത് മൂസാ നബിയെ പ്രകോപിപ്പിച്ചു. മൂസാ നബി അവിടുന്ന് പിണക്കം കാണിച്ച് മഹാനവറുകൾ ദേഷ്യം പിടിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോ ഓരോ കൂടെ നടന്നപ്പോ കാണിച്ച ഓരോ കാര്യങ്ങളും അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ആ നിഗൂഢമായ കാര്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട് വിവരിച്ചുകൊണ്ട് ഖദർ മറുപടി പറഞ്ഞു കൊടുത്ത് മഹാനായ മൂസാ നബിയുടെ മുന്നിൽ വെച്ച് ഒരു നാട്ടിലെ പിടന്നു വീഴാൻ, തകർന്നു വീഴാൻ സമയമായി നിൽക്കുന്ന ഒരു മതില് നന്നാക്കിയതിന്റെ കാരണം പറയുന്നുണ്ട്. ഖുർആന്റെ ആയത്താണത്. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൗസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. മഹാനായ ഖദർ പറയുന്നുണ്ട്, രണ്ട് യതീം മക്കളുടേതാണ് ഈ മതില്. ഇതിന്റെ അടിയിൽ ഒരു നിധിയുണ്ട്. ആ യതീം മക്കളുടെ വാപ്പ സ്വാലിഹായ മഹാനായിരുന്നു. ആ നിധി അതിന്റെ അടിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ മതിൽ ഇപ്പോ തകർന്നു വീണ് കഴിഞ്ഞാൽ നാട്ടുകാര് ആ നിധി എടുക്കും. ആ നിധി നാട്ടുകാർക്ക് കിട്ടാൻ പാടില്ല. രണ്ട് യതീം മക്കള് പട്ടണത്തിലുണ്ട്. അവരിവിടെ വളർന്നു വരുമ്പോ ഇവിടെ എത്താൻ പ്രാപ്തരാകുമ്പോ ഈ മതിൽ പൊളിച്ച് അവരുടെ അവകാശം, അത് അവരുടെ പിതാവിന്റെ സ്വത്ത്. അത് സ്വാലിഹായ പിതാവ് ഇതിന്റെ അടിയിൽ ഒരു നിധി വെച്ചിട്ടുണ്ട്. അതാ മക്കൾക്കുള്ളതാ. തകർന്ന് വീഴാറായി പഴയ മതിലിന്റെ അടിയിലാണല്ലോ ആ നിധി ഇരിക്കുന്നത്. ഈ ചർച്ച മഹാനായ ഖദർ മൂസാ നബിയോട് പറയുന്ന ഈ ചർച്ച പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണല്ലോ. ഇവിടെ നിധി ഉണ്ടെന്നാ പറഞ്ഞത്. എവിടെ? ഈ മതിലിന്റെ അടിയിൽ നിധി ഉണ്ടെന്ന് പറഞ്ഞാൽ വിലയുള്ള എന്തിലാണല്ലോ ഈ നിധി എന്ന് പറയാം. അത് യഥാർത്ഥത്തില് ആ നിധിയെ കുറിച്ച് മഹാന്മാര് പറയുന്നത് അത് സ്വർണത്തിനാലുള്ള ഒരു തകിടാണ് എന്നാ. ഈ മതില് തകർന്നു വീണ സ്വർണത്തിന്റെ ആ തകിട നാട്ടുകാർ വിവരമില്ലാത്തവർ എടുത്തുണ്ടു. സ്വർണം എന്ന് മാത്രമേ അവർക്ക് അതില് കാണാനുള്ളൂ. പക്ഷെ ഈ തകിടിന്റെ അകത്ത് എഴുതിയതാണ് അതിലും വലിയ നിധി. മഹാനായ ഇമാം മുഹബ്ബത്ത് തിബരി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഇബ്നു കസീർ ഒക്കെ പറയുന്നുണ്ട്, ആ സ്വർണത്തിന്റെ തകിട്, മനസ്സിലായില്ലേ? ആ സ്വർണത്തിന്റെ തകിട് നിധിയായ അതിന്റെ അടിയിലുണ്ട്. ഈ സ്വർണത്തിന്റെ തകിട് എന്ന നിലയില് വിലയുള്ളതാണ്. മധുര തകർന്നു വീണ നാട്ടുകാരത് എടുത്തുണ്ടു. പക്ഷെ സ്വർണം എന്നതിനപ്പുറം അതിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളെയാണ് നിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. സ്വർണം വിലയുള്ളതാണ്, അതുപോലെ തന്നെ അതിൽ എഴുതിയ വാക്കുകൾക്ക് അതിലും വിലയുണ്ട്. എന്തപ്പോ അതിൽ എഴുതി വച്ചിരിക്കുന്നത് തകിടിൽ? സ്വാലിഹായ വാപ്പ മക്കൾക്കൊരു ഉപദേശവും അതോടൊപ്പം തന്നെ ഒരു സമ്പാദ്യമായിട്ടാണ് ആ സ്വർണത്തിന്റെ വലിയ ഫലകത്തിൽ തകിടെന്ന് പറഞ്ഞാൽ ചെറിയ തകിടെന്നുള്ള നല്ല വെയിറ്റ് ഉള്ള സാധനമായിരിക്കും. നല്ല വിലയുള്ളതാ. അതിൽ വാപ്പ എഴുതി വെച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഒന്നാമത് എഴുതിയത് ആദ്യത്തെ വരിയിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു വചനം. രണ്ടാമത്തെ വരിയിൽ കാണാം, അജ്ബുൻ മൻ അറഫൽ മൗത സുമ്മ ലഹിക. മരിക്കും എന്ന് ഉറപ്പുള്ള മനുഷ്യൻ എന്തിനാ ചിരിക്കുന്നത്? അതൊരു അത്ഭുതമല്ലേ? രണ്ടാമത്തെ വരി അങ്ങനെയാണ്. മൂന്നാമത്തെ വരി, അജ്ബുൻ മൻ യഖന ബിൽ ഖദ്രി സുമ്മ നസബ. അല്ലാഹു കണക്കാക്കിയതാ എനിക്ക് കിട്ടുന്നത് എന്ന് ഉള്ളിലുണ്ട്, പക്ഷെ എന്നിട്ടും അവൻ കിട്ടാത്തതിൽ സങ്കടപ്പെടുന്നു. അതൊരു അത്ഭുതമല്ലേ? അടുത്ത വരിയിലുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതാണ്. പിന്നെ മറ്റു ചില ഉദ്ധരണികളിലുണ്ട്, മരിക്കുമെന്നുള്ള ഉറപ്പുണ്ട്, മരിച്ചു പോകുന്ന അറിയാം, എന്നിട്ട് മനുഷ്യൻ നിർഭയനായി നടക്കുന്നു എന്നുള്ള ഒരു വചനവും അതിൻ്റെ ഇടയിൽ പറയപ്പെട്ടതായും ചില ഉദ്ധരണികളിലുണ്ട്. ഏതായാലും മഹാന്മാർ പുഞ്ചിരിയെ പുണ്യമായി കണ്ടു, മഹാന്മാർ പൊട്ടിച്ചിരിയെ ഒരു അപകടമായി കണ്ടു. മഹാനായ
മഹാനായ സഈദ് ബിൻ അബ്ദുൽ അസീസ് തനൂഖി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാനാണ് കേട്ടോ. അദ്ദേഹത്തെ അറിയപ്പെടുന്ന അബൂ മുഹമ്മദ് എന്ന ഹദീസൊക്കെ നിവേദനം ചെയ്യുന്ന റാവിമാരുടെ ആ ഒരു പരമ്പര സനദെടുത്ത് അതിൽ മിക്കവാറും അബൂ മുഹമ്മദ് എന്ന് കാണാം. അത് സഈദ് ബിൻ അബ്ദുൽ അസീസ് തനൂഖി റഹ്മത്തുള്ളാഹി അലൈഹി ആണ്. അദ്ദേഹത്തെ അബൂ മുഹമ്മദ് എന്ന് അറിയാം. ആ മഹാന്റെ ജീവിതത്തില് മഹാനവറുകള് ഡമസ്കസ്കാരനാണ്. അദ്ദേഹം ഫഖീഹു അഹ്ലി ഷാം എന്നറിയപ്പെടാറുണ്ട്. ഷാമില് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫിഖ്ഹ് അറിയാവുന്ന ആള് മഹാനായ ഔസാഇ റളിയല്ലാഹു അൻഹുവിന് ശേഷം ലോകം കണ്ട വലിയ ഫഖീഹ് എന്നാണ് ഈ മഹാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളുടെ നിവേദക പരമ്പരയിലെ പ്രധാന റാവിയാണ്. അബൂ മുഹമ്മദ് എന്ന മിക്കവാറും ഇദ്ദേഹത്തെ റിവായത്തുകളിൽ പറയാറുള്ളത്. ആ മഹാനായ സഈദ് ബിൻ അബ്ദുൽ അസീസ് തനൂഖി റളിയല്ലാഹു അൻഹു, ഈ മഹാൻ മരിക്കുന്നതിന്റെ മുമ്പേ ഉള്ള 40 വർഷം ചിരിച്ചിട്ടില്ല ജീവിതത്തിൽ. തന്റെ ആത്മീയതയാണത്. അതായത് മരിക്കണവരെ 40 വർഷം അദ്ദേഹം ചിരിച്ചിട്ടില്ല. മരിക്കുന്നതിന്റെ പുറകോട്ട് ഉള്ള 40 വർഷം പിടിച്ചാൽ ആ 40 വർഷത്തിൽ ആ മഹാൻ ചിരിച്ചിട്ടില്ല. ഇങ്ങനെ ജീവിച്ച മഹാന്മാരുണ്ട്. അതുപോലെ തന്നെ മഹാനായ താഊസ് സലമി റളിയല്ലാഹു അൻഹു, ലോക പ്രശസ്തനായ സൂഫിയല്ലേ, മരിക്കുന്നതിന്റെ 50 വർഷം മുമ്പ് മഹാനവറുകൾ ചിരി നിർത്തിയ ആളാണ്. ഇങ്ങനെയൊക്കെയാ മഹാന്മാർ ജീവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ ഒരു ചെറിയ താരതമ്യം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നന്നാവും. അള്ളാഹു നന്നാക്കി തരട്ടെ. അല്ലാതെ ചിരിക്കണ്ട എന്നല്ല പറഞ്ഞത്. ഇന്നലെ പറഞ്ഞപ്പോ ചിരിക്കണ്ട എന്നുള്ള ഒരു പറച്ചിലിച്ചിരി കൂടിപ്പോയ പോലെ എനിക്ക് തോന്നിയോണ്ടാണ് ഇന്ന് പുഞ്ചിരി കൂടുതൽ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് തരട്ടെ. അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ ക്ലാസ് കാണുന്നവർ, കേൾക്കുന്നവർ, ഇവിടെ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും റബ്ബേ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. രോഗങ്ങളുള്ളവരുണ്ട്, റബ്ബേ ശിഫാ നൽകണേ അല്ലാഹ്. പനിയും മറ്റു അസ്വസ്ഥത ഉള്ളവരുണ്ട്, നീ ശിഫാ നൽകണേ അല്ലാഹ്. കാലുവേദന, ഊരവേദന, നടുവേദന, ശാരീരികമായ പലയിടങ്ങളിലെ വേദനകൾ അല്ലാഹുവെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഒരുപാട് പേര് ഉംറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നിലവിൽ ഉംറ കർമ്മത്തിന് പോയവരുണ്ട്, പോവാൻ ഉദ്ദേശിച്ചവർ, ആഗ്രഹിക്കുന്നവർ എവിടെയുമായിട്ടില്ല, പക്ഷെ ആഗ്രഹമുണ്ട് മനസ്സിൽ. അങ്ങനെ ഉള്ളവർ അല്ലാഹുവേ ഒരാൾക്കും പാഴാവല്ല തമ്പുരാനെ. എളുപ്പത്തിൽ പരിശുദ്ധ ഹറമിന്റെ തിരുമുറ്റത്തെത്തിക്കണേ അല്ലാഹ്. പുണ്യ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ കടബാധ്യത കൊണ്ട് പൊറുതി മുട്ടുന്ന പലരുമുണ്ട്. തൃശൂർ ജില്ലയിലെ കൂരിക്കുഴിയിലുള്ള ഒരു സഹോദരൻ ഇന്ന് അദ്ദേഹത്തിന്റെ മകന്റെ കടബാധ്യതയെ കുറിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട ആ സഹോദരന്റെ മകന് ഒരുപാട് കടങ്ങളുണ്ട്. 1 കോടി രൂപയോളം കടം വന്നു കൂടിയിരിക്കാം. അല്ലാഹുവേ നീ കരകേറ്റണേ റഹ്മാനേ, കരകേറ്റണേ അല്ലാഹ്. കച്ചവടത്തിലും ബിസിനസ്സിലും താങ്ങാവുന്നതിനപ്പുറം കടബാധ്യതയിൽ കുമിഞ്ഞുകൂടിയ ആളുകളുണ്ട്. അല്ലാഹുവേ നീ കരകേറ്റണേ തമ്പുരാനെ. പലിശക്കെണിയിൽ പെട്ടുപോയവരുണ്ട്, നീ കരകേറ്റണേ അല്ലാഹ്. വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട്, നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. അതിലും കടമുള്ളവരുണ്ട്, നീ കരകേറ്റണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിക്കണേ അല്ലാഹ്. ഖൈറായ ബന്ധങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ വിദേശത്തുള്ള സഹോദരന്റെ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അതിന്റെ സ്ഥിരതയില്ല എന്നൊരു തോന്നല്,
അവരുടെ ഭാര്യ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ ഖൈറിലായി നീ നിലനിർത്തി കൊടുക്കുക അല്ലാ. അവരുടെ വരുമാനത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ 3 പെൺമക്കളാ, നീ സന്തോഷകരമായ ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ മക്കളുടെ വിവാഹ ജീവിതങ്ങളിലും ഭർത്താക്കന്മാരിലും നീ ബർക്കത്തും സന്തോഷവും എല്ലാം നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ശാരീരിക അസ്വസ്ഥതകളും പ്രയാസങ്ങളും കാരണം ഉഴിച്ചിലിനും മറ്റുമൊക്കെ പോയിട്ട് വിശ്രമിക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരികളുണ്ട്, സഹോദരന്മാരുണ്ട്. പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ നീ അവർക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ചേർക്കണേ അല്ലാ. നന്മ കൊണ്ട് ഞങ്ങൾക്ക് ആ പദവി സാധ്യമല്ല അല്ലാ, നിന്റെ കൃപ കൊണ്ടേ സാധിക്കൂ. നീ ഞങ്ങളോട് കൃപ ചെയ്യണേ അല്ലാ, കരുണ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കുക അല്ലാ. വിദേശത്തേക്ക് അടുത്ത ദിവസം പോവാൻ തയ്യാറായി നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്. അല്ലാഹുവേ അടുത്ത ദിവസങ്ങളിൽ പോയവർ, ജോലി തേടുന്നവർ, ഖൈറിന്റെ വഴികൾ അവരുടെ മുന്നിൽ നീ തുറക്കണേ അല്ലാ. അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ, സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചതമ്പുരാനെ ബ്ലീഡിംഗ് സംബന്ധമായ പ്രയാസമുള്ള പലരും ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ ശിഫാ നൽകണേ റഹ്മാനെ, ശിഫാ നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഗുരുത്വവും പൊരുത്തവുമുള്ള മക്കളാക്കണേ അല്ലാ. അലഞ്ഞു തിരിഞ്ഞ് കുടുംബത്തെ പറയിപ്പിക്കുന്ന മക്കളാവല്ലേ അല്ലാ. പൊന്നുമക്കളെ കൊണ്ടുള്ള സങ്കടം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും തരല്ലേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ഹജ്ജ് ഫർളായവരാണ് അല്ലാ. ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അടുത്ത വർഷം പോവാൻ കുതിക്കുന്നു, ശ്രമിക്കുന്നു. നീ വഴികൾ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഈ നിമിഷം വരെ നിന്റെ കൃപയും കരുണയും ഇടപെടലുമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കൽ പോലും ഞങ്ങളിലേക്ക് അത് തനിച്ച് ഏൽപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇന്നനാ അബീദുകൽ ദുഅഫാഉ വൽ ഫുഖറാഉ വൽ മസാകീൻ നഹ്നു ലാ നസ്തതിഉ ഫർഹംനാ യാ റാഹിമൽ മസാകീൻ. കരുണയുള്ള അല്ലാ, ദയയുള്ള അല്ലാ, നിന്റെ കാരുണ്യത്തിലും നിന്റെ സ്നേഹത്തിലും ഞങ്ങളെ ചേർക്കണമല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മരിച്ചു പോയവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.